ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ റീസെൻ്റായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ന്യൂസിലൻഡിലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് ഇൻ്റർവ്യൂ സെലക്ട് ആയില്ല, ബട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് നമുക്ക് കമൻ്റായിട്ടും മെയിലിലൂടെയൊക്കെയും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് എങ്ങനെ ജോബ് സെർച്ച് ചെയ്യാം, പിന്നെ അതുപോലെ ഏജൻസി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മെയിൽ അയച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് എന്നോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു എക്സ്പീരിയൻസ്. സോ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അവരെന്നോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുപോലെ നമ്മുടെ കെയർ ഹോംസിലേക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഓസ്ട്രേലിയയുടെയൊക്കെ ആണെങ്കിലും കെയർ ഹോമിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നവരോട് ഞാൻ ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസും നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോസ് ലെങ്തി ആയി പോകും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും, ചിലപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പറ്റിയൊരു നല്ലൊരു അറ്റയറിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഡ്രസ്സിങ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓൺലൈനിന് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം നമ്മൾ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം. അതായത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു അറ്റയറിൽ തന്നെ ആ ഒരു പ്രസൻറ്റേഷനിൽ തന്നെ നമ്മൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടും അല്ലേ. സെയിം ലൈക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പ്, അതായത് ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കെയർ ഹോമിൽ നിന്നാണ് നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് നമുക്കൊരു മെയിൽ വരുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കെയർ ഹോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ട്രസ്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡ് അതായിക്കോട്ടെ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ വാല്യൂസ് നോക്കണം. അവർക്ക് കുറച്ച് വാല്യൂസ് കാണും. അവരുടെ വാല്യൂസ് എന്താണ്, അവരുടെ വിഷൻ എന്താണ്, അവരുടെ മിഷൻ എന്താണ്. അതുപോലെ ചില ട്രസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരു ക്യാമ്പയിൻ കാണും, അതെന്താണ്. അപ്പോൾ അതെല്ലാം ചില ഇൻ്റർവ്യൂസിൽ അവരത് ചോദിക്കും. അവരുടെ വാല്യൂസ്, അവരുടെ വിഷൻ, മിഷൻ, അതെല്ലാം അവർ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കെയർ ഹോമിനെ കുറിച്ച്, എത്ര ബെഡഡ് ഹോസ്പിറ്റലാണ്, അവിടെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ അവിടുത്തെ ഒരു എംപ്ലോയി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഈവൻ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഫർദർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്ത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, പിന്നെ എത്ര ബെഡഡ് ഹോസ്പിറ്റലാണ്, ഓവറോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരു നോളജ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈവൻ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ പോലും അതിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ എന്തുകൊണ്ട് സെലക്ട് ചെയ്തതെന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്ക് അവരുടെ വിഷനും മിഷനും അല്ലെങ്കിൽ അവരുടെ വാല്യൂസും അവരുടെ ക്യാമ്പയിനും ഒക്കെ നമ്മൾ അതിൽ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ ഇമ്പ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്കൊരു നമ്മളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും അവരിൽ. അതായത് ഓക്കെ, ഓവറോൾ അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ട്, അവരുടെ ഹോസ്പിറ്റലിലെ വിഷൻ, മിഷൻ അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അവർക്കൊരു നമ്മളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു ഏത് കെയർ ഹോമിൽ നിന്നാണോ അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റലിൽ നിന്നാണോ നമുക്ക് ഇൻ്റർവ്യൂ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഹോസ്പിറ്റലിനെ കുറിച്ചും അവരുടെ വാല്യൂസ്, മിഷൻ, വിഷൻ അതെല്ലാം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എന്നോട് ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതായിരുന്നു. നമ്മളെക്കുറിച്ച് പറയുക, നമ്മുടെ സ്കിൽസിനെ കുറിച്ച് പറയുക, അതൊക്കെയായിരുന്നു അവർ ഫസ്റ്റ് ആയിട്ട് എന്നോട്
എന്നോട് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആൻസർ ചെയ്തത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. താങ്ക് യു ഫോർ ഇൻ്റർവ്യൂ മീ. ഫസ്റ്റ് നമ്മൾ ഒരു പാനലാണ്, അപ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണെങ്കിലും നമുക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവരെ വിഷ് ചെയ്യാം. ഇപ്പോൾ എന്താ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് എവരി വൺ. എന്നിട്ട് അപ്പോൾ ഒരു 2 പേരോ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിഷ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു താങ്ക്സ് പറഞ്ഞിട്ട് നമ്മളെ ഇൻ്റർവ്യൂവിന് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ ഇൻ്റർവ്യൂയിങ് മീ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ ചാൻസ് ഫോർ ദിസ് പൊസിഷൻ ആൻഡ് മൈ ഗ്രേറ്റ് പ്ലഷർ ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ബി എ പാർട്ട് ഓഫ് യുവർ ടീം. ആൻഡ് ഐ ചൂസ് ദിസ് ഹോസ്പിറ്റൽ ബിക്കോസ് മൈ സ്കിൽസ്, എക്സ്പീരിയൻസസ് ആൻഡ് ക്വാളിറ്റീസ് റിയലി മാച്ചസ് വിത്ത് യുവർ ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതായത് നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഇൻ്റർവ്യൂവിന് നമുക്ക് ഡേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ചിലപ്പോൾ അവർ അയച്ചു തരും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ DHBD ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് അതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് ഓവറോൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൂടി നമ്മളൊന്ന് നോക്കിപ്പോകണം. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമുക്ക് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് അവരതിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ സ്കിൽസ് എല്ലാം നമുക്ക് ഇതിൽ എന്താ പറയുക ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മുടെ സ്കിൽസ്, ഇപ്പോൾ ചിലർ പറയുന്നുണ്ടാകും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം കൊളാബറേഷൻ, ടീം കോർഡിനേഷൻ, അങ്ങനെ കുറേ സ്കിൽസ് എല്ലാം അവർ അതിൽ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മൈസെൽഫ് മെറിൻ രാജു ആൻഡ് ഐ കംപ്ലീറ്റഡ് മൈ ക്യാപ് കോഴ്സ് അറ്റ് ഏത് കോളേജിൽ നിന്നാണോ നിങ്ങൾ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അതിൻ്റെ പേര് പറയുക, ഓൺ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് പറയുക. ദെൻ ഐ ഹാവ് മോർ ദാൻ എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ എനിക്ക് 8 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ലൈക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ആ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് പറയാം. പിന്നെ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ഓവർസീസ് ആൻഡ് ഇന്ത്യ ആസ് വെൽസ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഓവർസീസിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഓവർസീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ഐ ആം ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓസ്ട്രേലിയക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയുടെ ഇൻ്റർവ്യൂ ആണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ പറയാം, ആൻഡ് നൗ ഐ ആം ട്രൈങ് ടു മൈഗ്രേറ്റ് ഓസ്ട്രേലിയ, ദാറ്റ് ഈസ് മൈ ഡ്രീം ലൊക്കേഷൻ. അതുപോലെ തന്നെ അത്രയും നമുക്ക് പറഞ്ഞു നിർത്താം. പിന്നെ നമ്മൾ പറയുന്നത് ഇൻ മൈ ജേർണി വൺ തിങ് വിച്ച് മേക്സ് മീ മോർ കോൺഫിഡൻറ്റ് ഈസ് ബൈ മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് അപ്പോൾ അവിടെ നമ്മുടെ സ്കില്ല്, ഇനി നമുക്ക് നമ്മുടെ സ്കില്ലിനെ കുറിച്ച് കുറച്ചതിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ അവരുടെ വാല്യൂസ്, അവരുടെ ട്രസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് പറയാമെന്ന്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയാം, ഐ റിയലി ഇംപ്രസ്ഡ് ഓൺ യുവർ ട്രസ്റ്റ് ഒബ്ജക്റ്റീവ് ഇൻ വിച്ച് ഇറ്റ് സേസ് ദ കൊളാബറേഷൻ വിത്ത് പേഷ്യൻറ്റ്, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ ഐ ആം റിയലി ഇംപ്രസ്ഡ് ഓൺ യുവർ പർട്ടിക്കുലർ ക്യാമ്പയിൻ വിച്ച് റിയലി അട്രാക്റ്റഡ് മീ ടു അപ്ലൈ ദിസ് പൊസിഷൻ. അതായത് എന്തെങ്കിലും പർട്ടിക്കുലർ ക്യാമ്പയിൻ ട്രസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനുണ്ടെങ്കിൽ ആ ക്യാമ്പയിൻ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ട് അത് നമുക്ക് എന്താ പറയുക റിയലി ഇംപ്രസ്ഡ് ഓൺ യുവർ പർട്ടിക്കുലർ ക്യാമ്പയിൻ, എന്താണോ ക്യാമ്പയിൻ എന്ന് പറയുക, ദെൻ വിച്ച് റിയലി അട്രാക്റ്റഡ് മീ ടു അപ്ലൈ ദിസ് പൊസിഷൻ. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് പറയാവുന്ന ഐ ആം എ പേഴ്സൺ ഐ എം ഓൾവേസ് റെസ്പെക്റ്റിംഗ് ടു അതർ വിഷസ്, ഹാവിങ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് ആൻഡ് ഓൾവേസ് ബി കമ്പാഷനേറ്റ് ടു അതേഴ്സ്. അത് പറയാം. പിന്നെ ഐ വിൽ ബി എ ഗുഡ് ടീം ലീഡർ. അതുപോലെ നമുക്ക് പറയാം ഐ ബിലീവ് ദാറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ ദ കീ കമ്പോണൻസ് ഓഫ് ദി നഴ്സിംഗ് സ്കിൽസ്. പിന്നെ ഐ ആം എ ഗുഡ് ലേണർ ആൻഡ് അഡാപ്റ്റബിൾ ടു എനി സിറ്റുവേഷൻ. ഇഫ് യു ആർ ഹയർ മീ ഐ വിൽ ബി ആൻ അസെറ്റ് ടു യുവർ ഓർഗനൈസേഷൻ. നിങ്ങൾ എന്നെ ഇപ്പം നമ്മൾ അസറ്റൊന്നും ആയില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒക്കെ പറയുക, ഇഫ് യു ആർ ഹയർ മീ ഐ വിൽ ബി ആൻ അസെറ്റ് ടു യുവർ ഓർഗനൈസേഷൻ എന്നുള്ളൊരു സെൻറ്റൻസ് കൂടി ലാസ്റ്റ് ജസ്റ്റ് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മുടെ എന്താ പറയുക നമ്മൾ ഫസ്റ്റ് ഒരു താങ്ക് യു പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്തുകൊണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തു, പിന്നെ നമ്മുടെ ഇവരുടെ ട്രസ്റ്റ് നമ്മളെ കുറിച്ച് എന്തൊക്കെ അപ്കോഴ്സ് ചെയ്തു നമുക്ക്. അതുപോലെ തന്നെ അതിൻ്റെ നമുക്കൊരു കാര്യം പറയാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ക്യാപ് കോഴ്സ്, നമ്മൾ ക്യാപ് കോഴ്സ് പറഞ്ഞു കഴിയുമ്പോഴായിട്ടൊരു സെൻറ്റൻസ് നമുക്ക് പറയാം, പ്രസൻ്റ്ലി ഐ ഹോൾഡ് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആൻഡ് വാലിഡ് APC. അപ്പോൾ ന്യൂസിലൻഡ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ട്, വാലിഡ് APC ഉണ്ടെന്നുള്ള കാര്യവും കൂടി നമുക്കതിൽ മെൻഷൻ ചെയ്യാം.
പിന്നെ എന്നോട് അവർ ചോദിച്ചത്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഓൾറെഡി നീ പറഞ്ഞു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു കാര്യം എന്താ പറയുക, നമ്മുടെ നഴ്സിംഗ് സ്കിൽസിൽ അല്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കീ കോമ്പോണൻ്റ് ആണെന്ന് നീ പറഞ്ഞു. അപ്പോൾ നിൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് നീ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെയാണ് നീ അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണത് നിനക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, ക്രിട്ടിക്കൽ തിങ്കിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നിൻ്റെ ഒരു എന്താ പറയുക ഈ പാസ്റ്റ് കരിയർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ആൻസർ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സിംഗ് കെയറിൽ എന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പേഷ്യൻറ്റ് കെയർ. ഇൻ ദിസ് nurse have to take quick decision and assess the situation, respond effectively to an unexpected situation during the surgery. ജസ്റ്റ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. അതായത് ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നതാണ്, പിന്നെ അസസ് ദ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ് എഫക്റ്റീവ്ലി ടു എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഡ്യൂറിങ് ദ സർജറി. സർജറിയിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് അസസ് ചെയ്ത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഒന്നാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തിപ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ഞാനിങ്ങനെ ഡ്യൂട്ടി ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഇന്നത് എനിക്ക് അവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റി, അപ്പോൾ അങ്ങനെ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒന്നുകൂടി അവർക്ക് ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിന് എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു, വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ എ ഓപ്പറേഷൻ തിയേറ്റർ ഐ നോട്ടീസ്ഡ് എ സഡൻ ഡ്രോപ്പ് ഇൻ ദ പേഷ്യൻറ്റ് ബ്ലഡ് പ്രഷർ. Then I assessed the patient and immediately informed to the surgeon and anesthetist regarding the changes in observation. We considered the possible causes such as internal bleeding, any anesthesia reaction and any cardiac event. So we closely observed the patient vital signs and symptoms throughout the procedure. Thereafter fluids and medications were administered, and moreover 2 units of PRBCs, the blood, were administered according to the order. Throughout the surgery, we were closely observed the patient. Following that, conducted a post-surgery review and documented the incident and ensured appropriate follow-up care. It is very crucial to act quickly and stay calm. അതായത് ഞാൻ പറഞ്ഞത്, ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആയി, സോ ഞാൻ ക്വിക്കലി പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്തു, ദെൻ എന്താ പറയുക സർജിക്കൽ ടീമിനെ ഇൻഫോം ചെയ്തു, ക്ലോസ്ലി ഞങ്ങൾ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്തു, അക്കോർഡിംഗ് ടു ദ ഡോക്ടേഴ്സ് ഓർഡർ അല്ലെങ്കിൽ അവരുടെ ഓർഡർ അനുസരിച്ച് ഫ്ലൂയിഡ്സും മെഡിക്കേഷനും ബ്ലഡ് എല്ലാം അഡ്മിനിസ്റ്റർ ചെയ്തു. പേഷ്യൻ്റ് ദെൻ എന്താ പറയുക പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ത്രൂ ഔട്ട് ദ സർജറി ഞങ്ങൾ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ദെൻ അവസാനം എന്താ ചെയ്തത്, അവസാനം ഡോക്യുമെൻ്റ് ചെയ്തു, കറക്റ്റ് എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടായെന്നുള്ളത് കറക്റ്റ് ഡോക്യുമെൻ്റ് ചെയ്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഫൈനലി നമ്മൾ എന്താ പറയുക പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു അസസ്മെൻറ്റ് പേഷ്യൻറ്റിന് നടത്തി. അതുപോലെ തന്നെ പേഷ്യൻറ്റ് നമ്മൾ റിക്കവറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് ഓവർ കൊടുത്തു എന്ന് പറയാം. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്കൊരു പേഷ്യൻറ്റിന് ഒരു കണ്ടീഷൻ ഉണ്ടായപ്പോഴത്തേന് നമ്മൾ പെട്ടെന്നായിട്ട് ക്വിക്ക് ഡിസിഷൻസ്, നമ്മൾ പെട്ടെന്ന് പേഷ്യൻറ്റിനെ ക്വിക്കായിട്ട് നമ്മൾ എന്താ ആക്ഷനാണ് ചെയ്തത്, പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്തു, ക്വിക്ക് ഡിസിഷൻസ് എടുത്തു, എങ്ങനെയാണ് നമ്മൾ ക്വിക്കായിട്ട് അത് റെസ്പോണ്ട് ചെയ്തത്, അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി വെച്ച് പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയാം. ദെൻ നെക്സ്റ്റ് ആയിട്ട് എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു, ക്വാളിറ്റീസ് ഓഫ് എ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ്. ഓപ്പറേറ്റിംഗ് റൂം നേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ആൻസർ ചെയ്തത് ഇങ്ങനെയാണ്, ആസ് എ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് ഷുഡ് പോസസ് ഗുഡ് ക്വാളിറ്റീസ് ലൈക്ക്, നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് എന്താ പറയുക അറ്റൻഷൻ, പ്രോപ്പർ അറ്റൻഷൻ, ഡീറ്റെയിൽ പറഞ്ഞു, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് പറഞ്ഞു, പിന്നെ ടീം വർക്ക് ആൻഡ് ടീം കൊളാബറേഷൻ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അഡാപ്റ്റബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആൻഡ് കമ്പാഷൻ ആൻഡ് എമ്പതി. ഇത്രയും ക്വാളിറ്റീസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ക്വാളിറ്റീസിൽ തന്നെ എല്ലാം ഒന്നും നമ്മൾ ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്ത് പറയണമെന്നൊന്നുമില്ല. നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു മൂന്നാലെണ്ണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഡ്യൂട്ടിയിൽ അതെങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളതും നമുക്ക് പറയാം. ഇപ്പോൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, വി മസ്റ്റ് ബി മെറ്റിക്കുലസ് ഇൻ ഫോളോയിങ് പ്രൊസീജിയേഴ്സ്, മെയിൻറ്റെയിനിങ് സ്റ്റെറിലിറ്റി, ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിനിങ് എ സ്റ്റെറൈൽ ഫ്രീ ത്രൂ ഔട്ട് ദ സർജറി, എൻഷുറിങ് പേഷ്യൻറ്റ് സേഫ്റ്റി. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദ ക്വിക്ക് ഡിസിഷൻ ആൻഡ് അസസ് ദ സിറ്റുവേഷൻ, റെസ്പോണ്ട് എഫക്റ്റീവ്ലി ടു ആൻ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ഡ്യൂറിങ് സർജറി. ഞാൻ ഓൾറെഡി എന്താ പറയുക എക്സാമ്പിൾ വെച്ച് പറഞ്ഞല്ലേ, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നു, അസസ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെയാണ്
ക്രിട്ടിക്കൽ തിങ്കിങ് അതപ്പോൾ പറയുക. പിന്നെ നമുക്ക് പറയുന്നത് എന്തുവാ പറയുക, ടീം വർക്ക് ആൻഡ് ടീം കൊളാബറേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നമ്മളോട് ചോദിക്കും. അല്ലാതെ തന്നെ ക്വസ്റ്റ്യൻസ് വരും. ടീം കൊളാബറേഷൻ ആൻഡ് ടീം കോർഡിനേഷൻ നമ്മൾ എങ്ങനെയാണ് OTയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീം കൊളാബറേഷൻ ടീം കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തെറ്റിസ്റ്റ് ഉണ്ട്, സർജൻ ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ നഴ്സുമാരുണ്ട്. അപ്പോൾ നമ്മളൊരു ടീമാണല്ലേ. ആ ടീം നമ്മളെങ്ങനെ ടീം കൊളാബറേഷൻ ആൻഡ് ടീം കോർഡിനേഷൻ നമ്മളെങ്ങനെ നമ്മുടെ ഡ്യൂട്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് അവർ ചോദിക്കും. അപ്പോൾ അതിന് പറയാവുന്ന വിത്ത് സർജൻസ്, ടീം കൊളാബറേഷൻ ആൻഡ് ടീം കോർഡിനേഷൻ വിത്ത് സർജൻസ്, അനസ്തെറ്റോളജിസ്റ്റ് ആൻഡ് അതർ OT സ്റ്റാഫ് ഇസ് ക്രൂഷ്യൽ ഫോർ സ്മൂത്ത് ഓപ്പറേഷൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്കത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ പറഞ്ഞത് ഈ ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഞാൻ എന്താ പറയുക, നമ്മൾ OTയിൽ ഞാൻ ഓൺ കോൾ ആയിരുന്ന സമയത്ത് എനിക്ക് ഓൺ കോൾ ഡ്യൂട്ടിക്ക് ഞാൻ വിളിച്ചപ്പോൾ അനദർ സ്റ്റാഫ്സ് അവർ ഓൾറെഡി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫ് അനദർ OTയിൽ ബിസി ആയിരുന്നു. സോ ഞാൻ നെക്സ്റ്റ് കമ്മിങ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട്, എമർജൻസി പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ OT അറേഞ്ച് ചെയ്തു. എക്യുപ്മെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തു. ആ OT അടുത്ത കേസിന് വേണ്ടിയിട്ട് എമർജൻസി OT ഞാൻ പ്രിപ്പയർ ചെയ്തു. സെയിം ടൈം കേസ് ഫിനിഷ് ആവാറായപ്പോഴത്തേന് പേഷ്യൻറ്റ് വന്നു. സോ ഞാൻ ആ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്തു. ദെൻ എന്താ പറയുക, നമ്മുടെ പ്രീ ഓപ്പ് ഏരിയയിൽ ഞാൻ പേഷ്യൻറ്റിനെ കിടത്തി. ദെൻ നമ്മൾ അനസ്തേഷ്യനെ ഇൻഫോം ചെയ്തു. അങ്ങനെ അനസ്തേറ്റിസ്റ്റും സർജൻസും ഒക്കെ ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ ഡ്യൂട്ടി കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ ടീം കോർഡിനേഷൻ ആൻഡ് ടീം കൊളാബറേഷനിൽ നമുക്ക് പറയാൻ കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയിൽ എങ്ങനെയാണോ നിങ്ങൾ ഒരുമിച്ച് ടീം കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടീം കൊളാബറേഷനായിട്ട് നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്തെന്നുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നമ്മളത് പറയുകയാണെങ്കിൽ അതൊന്നുകൂടി എന്താ പറയുക, ഒത്തിരി ഇംപ്രസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ കോർഡിനേറ്റിംഗ് കെയർ, അപ്ഡേറ്റിംഗ് ടീം മെമ്പേഴ്സ് ആൻഡ് എൻഷുറിംഗ് പേഷ്യൻറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് OTയിൽ നമ്മൾ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എപ്പോഴും ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണല്ലോ. അതായത് പേഷ്യൻസ് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, പേഷ്യൻറ്റിനെ നമ്മൾ റിസീവ് ചെയ്തപ്പോൾ പേഷ്യൻ്റ് റിഗാർഡിംഗ് സർജറി വെരി ആൻഷ്യസ് ആയിരുന്നു. ഷി വാസ് വെരി ആൻഷ്യസ് റിഗാർഡിംഗ് ദ സർജറി. സോ നമുക്ക് എന്താ പറയുക, നമ്മൾ പേഷ്യൻറ്റിനോട് നല്ലൊരു ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ നടത്തി, നമ്മൾ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താ പറയുക, പേഷ്യൻറ്റിന് അത് അണ്ടർസ്റ്റാൻഡ് ആയി, പേഷ്യൻറ്റ് അക്സെപ്റ്റ് ചെയ്തു, പേഷ്യൻറ്റ് ഓക്കെ ആയിരുന്നു. ദെൻ അപ്പോൾ നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ പേഷ്യൻറ്റിൻ്റെ സ്ട്രെസ്, അതുപോലെ തന്നെ ഫാമിലി ആണെങ്കിലും എന്താ പറയുക, ഒരു ഭയങ്കര കൺസേൺഡ് ആയിരിക്കും അല്ലേ സർജറിക്കൊക്കെ പേഷ്യൻറ്റ് കയറ്റുമ്പോൾ. അപ്പോൾ ഫാമിലി ആയിട്ടും പേഷ്യൻ്റായിട്ടൊക്കെ ഉള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ സ്ട്രെസ് കുറയ്ക്കാനും അവർക്കൊരു എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിലൂടെ അവർക്കുടെ ഒരു സ്ട്രെസ് കുറയ്ക്കാനും അവരുടെ ഒരു ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അതൊരു നല്ല ഗുഡ് ക്വാളിറ്റി ആണല്ലേ നഴ്സിന് വേണ്ടി, അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി, മസ്റ്റ് അഡാപ്റ്റബിൾ ടു ഡിഫറെൻറ്റ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ടെക്നോളജീസ് ആൻഡ് പേഷ്യൻ്റ് നീഡ്സ്, അത് പറയാം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഐ ക്യാൻ ഹാൻഡിൽ ഹൈ സ്ട്രെസ് സിറ്റുവേഷൻസ് ആൻഡ് റിമൈൻസ് കാം അണ്ടർ പ്രഷർ ഈസ് വെരി വൈറ്റൽ. ഓൾറെഡി ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് OTയിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, നിങ്ങൾക്കത് വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലാതെ തന്നെ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റീസിൽ തന്നെ നമുക്ക് പറയാം, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഓൾസോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എനി ഷുഡ് പോസസ്. എന്നിട്ട് നമുക്ക് പറയാം എന്താ പറയുക, ഐ ക്യാൻ ഹാൻഡിൽ ഹൈ സ്ട്രെസ് സിറ്റുവേഷൻസ് ആൻഡ് റിമെയിൻസ് കാം അണ്ടർ പ്രഷർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ വേണമെങ്കിൽ അതിനും ഒരു എക്സാമ്പിൾ വെച്ചാൽ, അപ്പോൾ ഫുള്ളൊന്നും ജസ്റ്റ് കുറച്ച് ക്വാളിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട്, അതായത് ഇതുപോലെ എനിക്ക് സ്ട്രെസ്ഫുൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മാനേജ് ചെയ്തത്, എന്താ പറയുക, ഞാൻ എൻ്റെ കൊളീഗിനോട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാനൊരു ടീ ബ്രേക്ക് എടുത്തു, അപ്പോൾ അങ്ങനെ എനിക്ക് അത് ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് അതും അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അത് ഒത്തിരി ഇംപ്രസീവ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ എന്താ പറയുക, കമ്പാഷൻ ആൻഡ് എംപതി ഷുഡ് പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ടു ദ പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലി ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ സർജറി. അതായത് കമ്പാഷൻ ആൻഡ് എംപതി, അതും രണ്ട് ക്വാളിറ്റീസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നഴ്സിന് വേണ്ടത്. അതിൽ നമ്മൾ പറയേണ്ടത് എന്നാ, നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണ് പേഷ്യൻറ്റിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ സർജറിക്ക് നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അതൊത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിറ്റീസ് ഒരു
നേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാം. ജസ്റ്റ് ഒന്നിനോ രണ്ടിനോ ഒക്കെ ഓരോ എക്സാമ്പിളും കൂടെ വെച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, what would you do if you noticed the sterile field was contaminated? അതായത് ഒരു സ്റ്റെറൈൽ ഫീൽഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ആൻസർ പറഞ്ഞത് ഇങ്ങനെയാണ്: as a peri-operative nurse, immediately I would inform to the surgical team. Depending on the extent, we might need to replace the contaminated instruments and materials. Ensuring the patient's safety is paramount, and so I would follow the hospital protocols for such situations. അതായത് ഒരു നമ്മുടെ സ്റ്റെറൈൽ ഫീൽഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സർജിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എക്സ്റ്റെൻസ്, അതിൻ്റെ എന്തോ ഒരു എക്സ്റ്റെൻറ്റ് ഉണ്ട്, എത്രമാത്രം അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട് അതനുസരിച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണെങ്കിൽ അത്, ഡ്രേപ്പ് ആണെങ്കിൽ അത് നമ്മൾ റീപ്ലേസ് ചെയ്യും. പിന്നെ പേഷ്യൻ്റ് സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യും. അതാണ് അതിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 things യു ഷുഡ് ഓൾവേസ് ആസ്ക് എ പേഷ്യൻറ്റ് ബിഫോർ ദ സർജറി? നമ്മൾ ബിഫോർ ദ സർജറിക്ക് മുമ്പ് പേഷ്യൻറ്റിനോട് ചോദിക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്: ബിഫോർ ദ സർജറി ഐ വുഡ് ആസ്ക് ആൻഡ് കൺഫേം ദ പേഷ്യൻ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് മെഡിക്കൽ നമ്പർ. അതായത് നമ്മൾ എന്താണെങ്കിലും ഒരു പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ നമ്മൾ പേര് ചോദിക്കണം, പേഷ്യൻറ്റിൻ്റെ എന്താ പറയുക, പേഷ്യൻറ്റിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് മെഡിക്കേഷൻ നമ്പർ നോക്കും. അതുപോലെ തന്നെ പേഷ്യൻറ്റ് ഹാവിങ്, ഐ വുഡ് ഓൾവേസ് ആസ്ക് അബൌട്ട് പേഷ്യൻറ്റ് ഹാവിങ് എനി അലർജീസ്. അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ദ ലാസ്റ്റ് ടൈം ദേ എയ്റ്റ് ഓർ ഡ്രാങ്ക്, അത് എപ്പോഴാണ് ലാസ്റ്റ് കഴിച്ചത്, എപ്പോഴാണ് ലാസ്റ്റ് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടോ, ഫുഡ് കഴിച്ചിട്ടുണ്ടോ, അത് ചോദിക്കണം. പിന്നെ ഇഫ് ദേ അണ്ടർസ്റ്റാൻഡ് ദ പ്രൊസീജിയർ ദേ ആർ അബൌട്ട് ടു അണ്ടർഗോ, അവരെ എന്ത് സർജറിക്കാണോ എന്ത് സർജറിക്കാണോ അവർ പോകുന്നത്, ആ സർജറിയെക്കുറിച്ച് അവർക്ക് ഇനഫ് നോളജ് ഉണ്ടോ, എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ, അങ്ങനെയുള്ള 3 കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു, ഐ റിസീവ് ദ പേഷ്യൻറ്റ് ഐ വാസ് റിസീവ്ഡ് ഫ്രം ദ OBS വാർഡ് ഫോർ ഹിസ്റ്റക്ടമി. ഒരു പേഷ്യൻറ്റിനെ OBS വാർഡിന് ഹിസ്റ്റക്ടമി ആയിട്ട് റിസീവ് ചെയ്തു. വെൻ ഐ റിസീവ് ദ പേഷ്യൻറ്റ് ഐ ആസ്ക് ദ പേഷ്യൻറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഏജ്, ആൻഡ് ദെൻ നമ്മൾ എന്താ ചെയ്യുക, ഐ ആസ്ക് വാട്ട് ദ ടൈം ഷീ ഹാഡ് ലാസ്റ്റ് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്സ്, ആൻഡ് ഡസ് ഷീ ഹാസ് എനി മെഡിക്കൽ ഹിസ്റ്ററി ഓർ എനി അലർജി. സോ അപ്പോൾ പേഷ്യൻറ്റ് നമ്മൾ ഇൻഫോം ചെയ്തു, ഷീ ഹാഡ് she has allergic to latex product. So latex productന് അലർജി ഉണ്ടെന്ന് പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു. So I ensured that all the latex product are removed from the OR, and moreover I used latex free gloves, instruments and other supplies, and then I informed to the entire surgical team to prevent any unintentional exposure. അതായത് പേഷ്യൻറ്റിനോട് നമ്മൾ വന്നപ്പോൾ തന്നെ പേഷ്യൻറ്റിൻ്റെ ID നോക്കി, പേരും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. പേഷ്യൻറ്റിനോട് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിച്ചു. പേഷ്യൻറ്റിന് എപ്പോഴാണ് ഫുഡ് കഴിച്ചതെന്ന് ചോദിച്ചു. പിന്നെ പേഷ്യൻറ്റിന് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചോദിച്ചു. സോ പേഷ്യൻ്റ് ആ സമയത്ത് എന്നോട് പറഞ്ഞു പേഷ്യൻറ്റിന് ലാറ്റക്സിൻ്റെ അലർജി ഉണ്ടെന്ന് പറഞ്ഞു. സോ ഞാൻ OTക്ക് അകത്ത് ലാറ്റക്സ് ഫ്രീ ആയിട്ടുള്ള ഇതെല്ലാം റിമൂവ് ചെയ്തു. ഞാനും സർജറിയിൽ ലാറ്റക്സ് ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസ് ഇത് ചെയ്തു. പിന്നെ ഓൾ എൻ്റയർ സർജിക്കൽ ടീമിനോട് ഞാൻ ഇൻഫോം ചെയ്തു പേഷ്യൻറ്റിന് ലാറ്റക്സ് അലർജി ഉണ്ടെന്നുള്ള കാര്യം. എന്തെങ്കിലും അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ് തടയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പേഷ്യൻറ്റിന് ലാറ്റക്സ് അലർജി ഉണ്ടെന്നുള്ള കാര്യം സർജിക്കൽ ടീമിനോട് ഇൻഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. എന്ന് ചോദിച്ച നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ വുഡ് യു പ്രിപ്പയർ എ പേഷ്യൻറ്റ് ഫോർ എ ട്രക്യോസ്റ്റമി ഓർ അനദർ സർജിക്കൽ പ്രൊസീജിയർ? നമ്മളൊരു പേഷ്യൻറ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഇപ്പോൾ ട്രക്യോസ്റ്റമിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അനദർ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വെൻ വി ആർ റിസീവിംഗ് ദ പേഷ്യൻറ്റ് ഐ വുഡ് കൺഫേം the patient name and date of birth and medical number, and surgical safety checklist also has a vital role. അതായത് നമുക്ക് എന്താ പറയുക, സൈൻ ഇൻ, ടൈം ഔട്ട് ആൻഡ് സൈൻ ഔട്ട്, ഈ 3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരും. അതെന്തായാലും നോക്കണം. സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് നമ്മളെങ്ങനെ സൈൻ ഇൻ ചെയ്യും, ടൈം ഔട്ട് ചെയ്യും, സൈൻ ഔട്ട് ചെയ്യും, അതെല്ലാം അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. അപ്പോൾ അത് നമുക്കിതിൽ പറയാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഐ കൺഫേം ദ പേഷ്യൻറ്റ് ഹാവിങ് എനി അലർജി ഉണ്ടോ, അതെല്ലാം നമ്മൾ കൺഫേം ചെയ്തു. ദെൻ ഐ വുഡ് എൻഷുർ ദ പേഷ്യൻറ്റ് ഈസ് ഇൻ കറക്റ്റ് പൊസിഷൻ, ടിപ്പിക്കലി നെക്ക് എക്സ്റ്റെൻഡഡ്, അതായത് പ്രൊസീജിയർ
പ്രൊസീജിയർ ഏതനുസരിച്ചാണ് അതിനുള്ള പൊസിഷൻ്റെ കാര്യം പറയുക. ഐ വുഡ് ക്ലീൻ ആൻഡ് ഡ്രേപ്പ് ദ ഏരിയ, ഓൾസോ എൻഷുറിംഗ് ദ പേഷ്യൻ്റ് ഈസ് കംഫർട്ടബിൾ ആൻഡ് ഇൻഫോം അബൌട്ട് ദ പ്രൊസീജിയർ ഈസ് ഓൾസോ വൈറ്റൽ. അതായത് പേഷ്യൻ്റ് നമ്മൾ ക്ലീൻ ചെയ്തു, ഡ്രേപ്പ് ചെയ്തു, പിന്നെ പേഷ്യൻ്റ് കംഫർട്ടബിൾ ആണോ, പേഷ്യൻറ്റിന് ഓപ്പറേഷനെ കുറിച്ച് ഇൻഫോംഡ് ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമാജിൻ യു ഹാഡ് ടു പ്രിപ്പയർ ഫോർ ആൻ ഓപ്പറേഷൻ റൂം യു ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് വിത്ത്, വാട്ട് ഡു യു ഡു? അതായത് നമുക്കൊരു ഓപ്പറേഷനെ കുറിച്ച് നമുക്ക് എന്താ പറയുക, നമുക്ക് അറിയില്ലാത്ത ഒരു സർജറിനെ കുറിച്ച്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്, നമ്മളത് ചെയ്യുമോ എന്താണെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അത് കെയർ ഹോംസിലാണെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. നമുക്ക് ഫെമിലിയർ ഇല്ലാത്തൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഇത് നമ്മളോട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ചെയ്യുമോ അതോ റിഫ്യൂസ് ചെയ്യുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണെങ്കിലും നമ്മൾ ചെയ്യൂ എന്നുള്ളത് പറയണം. ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ദാറ്റ് ബിക്കോസ് ഇഫ് ഐ ആം നോട്ട് ഫെമിലിയർ വിത്ത് ദ പ്രൊസീജിയർ ഐ വുഡ് റിസർച്ച് അബൌട്ട് ദ പ്രൊസീജിയർ ആൻഡ് ഗെറ്റ് മോർ ഡീറ്റെയിൽ അബൌട്ട് ദ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ എന്താ പറയണത്, ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും ആൻഡ് ഐ വുഡ് റിസർച്ച് അബൌട്ട് ദ പ്രൊസീജിയർ ആൻഡ് ഗെറ്റ് മോർ ഡീറ്റെയിൽ. ഞാൻ മോർ ഡീറ്റെയിൽ അതിനെക്കുറിച്ച് നോക്കും. അതുപോലെ തന്നെ ആൻഡ് കൺസൾട്ട് വിത്ത് ദ എക്സ്പീരിയൻസ്ഡ് കൊളീഗ്സ് ആൻഡ് റിവ്യൂ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ആയിട്ടുള്ളൊരു കൊളീഗിനോട് ഞാൻ കൺസൾട്ട് ചെയ്യും. അവരോട് ഞാൻ ചോദിക്കും എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന്. അവരിൽ നിന്ന് ഞാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് റിവ്യൂ ചെയ്യും. അതിലൂടെ നമുക്ക് അത് കിട്ടും. സോ ഐ ബിലീവ് ഇൻ ബീങ് വെൽ പ്രിപ്പയർഡ്. സോ ഐ വുഡ് ടേക്ക് എവറി സ്റ്റെപ്സ് ടു എൻഷുർ ഐ ആം ഫെമിലിയർ വിത്ത് ദ പ്രൊസീജിയർ. ഒരു സെൻറ്റൻസ് കൂടി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നമ്മളോട് നിങ്ങൾ ഫെമിലിയർ ഇല്ലാത്ത നിങ്ങൾ ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ അത് ചെയ്യും. അത് പക്ഷേ നമ്മൾ റിസർച്ച് ചെയ്യും അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സീനിയർ കൊളീഗ്സിനോട് അതിനെക്കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് നോക്കി റിവ്യൂ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഇനഫ് നോളജ് നമ്മൾ ചെയ്തിട്ട് നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യം പറയുക. പിന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഹാസ് യുവർ എക്സ്പീരിയൻസ് പ്രിപ്പയർഡ് ഫോർ ദിസ് റോൾ? അതായത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എങ്ങനെയാണ് ഈ റോളിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് ഏത് ജോബാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ പെരി ഓപ്പറേറ്റീവ് നഴ്സിൻ്റെ ഇതാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രിപ്പയർഡ്, നമ്മുടെ ഹൗ ഹാസ് യുവർ എക്സ്പീരിയൻസ് പ്രിപ്പയർഡ് യു ഫോർ ദിസ് റോൾ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഐ ഹാവ് വർക്ക്ഡ് ഇൻ വേരിയസ് സർജിക്കൽ സെറ്റിംഗ്സ്. ഐ ഹാവ് ഗേൺ എക്സ്പീരിയൻസ് ഇൻ ബോത്ത് സ്ക്രബ് ആൻഡ് സർക്കുലേറ്റിംഗ് റോൾ. ഐ ഹാവ് ഡെalt with emergencies and learned from seasoned surgeons and continuously updated my skills. So I believe my skills, qualification and experience are really matched with your job description. I can manage the patient and family before, during and after the surgery. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസറാണ് ഞാൻ അതിന് കൊടുത്തത്. അപ്പോൾ ഇനിയും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഞാനിത് നെക്സ്റ്റ് പാർട്ടിൽ പറയാം. സോ അതുപോലെ തന്നെ കെയർ ഹോമുകളിലൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.